Hi, hello everyone. Welcome to Xylem Learning. എല്ലാവരും അടിപൊളിയായിരിക്കുകയാണല്ലോ അല്ലേ? സോ എല്ലാവരും ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് വേണം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. കാരണം ഇതിൽ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റുകൾ മാത്രമാണ്. ഓക്കെ, നമ്മൾ മൊത്തം ചാപ്റ്റർ എല്ലാ ക്വസ്റ്റൻസ് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് ആവശ്യമുള്ള കണ്ടന്റ്, ആ കണ്ടന്റ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്ലാസ്സും റെഗുലർ ആയിട്ട് കാണണം, ഒരു ക്ലാസ് പോലും മിസ്സായി പോകരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതും കൂടെ നമ്മളോട് കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും പിന്നത്തെ വീഡിയോസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ അതിനു മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അമൃത, നിങ്ങളുടെ മാത്സിന്റെ മിസ് ആണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണാറുണ്ട് അല്ലെ, ഡെയിലി റെഗുലർ ബേസിൽ നമ്മൾ കാണാറുണ്ട്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു നമ്പറിലെ പുതിയ ഫാമിലിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഇല്ലേ, 1 2 3 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ്, ഇവരൊക്കെ വന്നിരിക്കുന്നത് ഒരു ഫാമിലിയിൽ നിന്നാണ്. അതായത് ഓരോ വേറെ വേറെ ഫാമിലികളിൽ നിന്നാണ്. നമ്മളൊക്കെ ഓരോ ഫാമിലി, ഡിഫറെന്റ് ഫാമിലീസ് എന്നല്ലേ വരുന്നത്. അതേപോലെ ഈ നമ്പേഴ്സിനും ഓരോ ഫാമിലികളുണ്ട്. ഓക്കെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലേ ഫാമിലി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത്? ഇവരൊക്കെ വന്നിരിക്കുന്നത് വേറെ വേറെ ഫാമിലിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിനെ പറ്റി ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം, ആണല്ലോ? ആ ഒരു ഫാമിലിയെ, അതായത് പുതിയൊരു ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ആ ഫാമിലിയുടെ പേരാണ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ച നമ്പേഴ്സിൽ നിന്ന് വേറൊരു ഫാമിലിയിൽ നിന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. ആരാണ് ഇവർ എന്ന് പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഇവരെ നമ്മൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? പുതിയൊരു ഫാമിലി, എന്തിനൊരു പുതിയ ഫാമിലി, ഇപ്പൊ ഉള്ള ആൾക്കാർ തന്നെ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ ഇവരെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമല്ലേ? അതെന്തുകൊണ്ടാണ്, എന്തിനാണ് നമ്മൾ അറിയുന്നത് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ? എന്താണ് ഇൻഡിജേഴ്സ് എന്ന് നമുക്ക് അറിയണ്ടേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എല്ലാവർക്കും ചോക്ലേറ്റ് തന്നു എന്ന് വിചാരിക്കുക. എല്ലാവർക്കും കാൻഡീസ് ഒക്കെ ഇഷ്ടമല്ലേ? ഇവിടെ ഞാൻ നിങ്ങൾക്കൊക്കെ കാൻഡീസ് തന്നു, പക്ഷെ എനിക്ക് എത്ര കാൻഡീസാണ് നിങ്ങൾക്ക് തന്നേന്ന് അറിയില്ല. അപ്പൊ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര കാൻഡീസ് ഉണ്ടെന്ന്. 1 1 2 3 4 5 6. യെസ്, എന്റെ കയ്യിൽ ഇവിടെ 6 കാൻഡീസ് ഉണ്ട്. കറക്റ്റ്. ഞാൻ എങ്ങനെയാ കൗണ്ട് ചെയ്ത് തുടങ്ങിയത്? 1 2 3 4 5 6 ഇങ്ങനെയല്ലേ ഞാൻ കൗണ്ട് ചെയ്തത്? കറക്റ്റ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 2 3 4 5 6. കറക്റ്റ്. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 1 2 3 4 5 and 6 ഇവരെയാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു. കറക്റ്റ്. ഈ കൗണ്ടിങ് നമ്പേഴ്സ് നമുക്ക് വേറെ രീതിയിലും വിളിക്കാം, നാച്ചുറൽ നമ്പേഴ്സ് എന്നും വിളിക്കാം. നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അത് ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 2 3 4 5 6 7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോയി, ചോക്ലേറ്റ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയല്ലോ? ഓരോരുത്തർക്കും ഓരോ ചോക്ലേറ്റ് വീതം തന്നു എന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരാൾക്ക് ചോക്ലേറ്റ് കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു, മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു. ഇനി എത്ര എന്റെ കയ്യിൽ ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 6 ചോക്ലേറ്റ്സ് ആയിരുന്നു, 6 കാൻഡീസ് ആയിരുന്നു. അതിൽ 3 കാൻഡീസ് കൊടുത്തു, ബാക്കി 3 കാൻഡീസ് ഉണ്ട്. ഓക്കെ, അപ്പോഴാണ് പെട്ടെന്ന് 3 പേര് പിന്നെയും കിടന്നു വന്നു. 3 പേർക്ക് ഞാൻ എന്ത് ചെയ്തു, അടുത്ത 3 കാൻഡീസും കൊടുത്തു. ഇപ്പൊ എന്റെ കയ്യിൽ എത്ര കാൻഡീസ് ഉണ്ട്? എത്ര കാൻഡീസ് ഉണ്ട്? 3 കാൻഡീസ് ആയിരുന്നു, അതിൽ 3 കാൻഡി ഞാൻ കൊടുത്തു. ഇപ്പൊ എന്റെ കയ്യിൽ എത്ര കാൻഡീസ് ഉണ്ട്? ഒന്നുമില്ല, നത്തിങ് അല്ലേ? നത്തിങ്, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ ഒന്നുമില്ല എന്ന് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ഒരു ഡിജിറ്റ് ഉണ്ട്, അതാണ് 0. കറക്റ്റ്. അപ്പൊ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ നാച്ചുറൽ നമ്പർ ഫാമിലിയിൽ ആരില്ല? 0 ഉണ്ടായിരുന്നില്ല. കറക്റ്റ്. അതിനകത്ത് 0 ഇല്ല എന്നാണോ? ഒരിക്കലും അല്ല. ഇപ്പൊ കണ്ടൊരു സിറ്റുവേഷൻ വന്നു, 0 നമ്മൾ വേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് കാണിക്കാൻ നമുക്ക് ആരെ വേണം? ഒരു ഡിജിറ്റ് വേണം. അപ്പൊ ഒരു ഫാമിലി, പുതിയൊരു ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ 0നെ കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു പുതിയ ഫാമിലി വന്നു. ആ ഫാമിലിയുടെ പേരാണ് ഹോൾ നമ്പർ ഫാമിലി. ഫസ്റ്റ് ഫാമിലി നാച്ചുറൽ നമ്പർ ആണെങ്കിൽ, അടുത്ത ഫാമിലി, അതായത് 0 ഇൻക്ലൂഡ് ചെയ്ത ഫാമിലിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പർ ഫാമിലി. 0 1 2 3 എന്ന് പറഞ്ഞ് വരുന്ന ഫാമിലി. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് മനസ്സിലായി 0 ഇൻക്ലൂഡ് ആയിട്ട് ഒരു പുതിയ ഫാമിലി വേണം. ആ നമ്പേഴ്സ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വേറെ സിറ്റുവേഷൻ വരുവാണ്.
ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലിഫ്റ്റിൽ കയറി എന്ന് വിചാരിക്കാം. ലിഫ്റ്റ് കയറിയ സമയത്ത് നമ്മൾ മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഗെയിമൊക്കെ ഉള്ള ഫൺ സെക്ഷനിൽ പോയി ഗെയിമൊക്കെ കളിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കാർ എവിടെ ഇരിക്കുന്നത്? ബേസ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ലിഫ്റ്റിന്റെ സാധനം നോക്കുമ്പോൾ 0, 1, 2, 3 എന്ന് പറഞ്ഞ മുകളിലേക്കുള്ളതും താഴേക്ക് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? അതായത് തൊട്ട താഴത്തുള്ള ഒരു ഫ്ലോറിലേക്ക് നമുക്ക് പോകണം. 0ലും താഴെയുള്ള നമ്പറിലേക്ക് പോകണം. 0ന് താഴെ നമ്പർ ഉണ്ടോ? ആക്ച്വലി 0ന് താഴെ നമ്പർ ഉണ്ട്. ആ നമ്പേഴ്സിന് നമ്മൾ നെഗറ്റീവ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. -1, -2, -3 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോട്ടെ, നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് ടൂർ പോയെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ അവിടെ പോകുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്തായി വരിക? നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 0 അല്ല, 0ലും താഴെയാണ് ടെമ്പറേച്ചർ. ഈ നമ്പേഴ്സിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? കറക്റ്റ്, 0 വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ നമ്പേഴ്സ് 0ലും താഴെയാണ്. കറക്റ്റ്. ആ നമ്പേഴ്സിന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പുതിയൊരു ഫാമിലി വേണം. ആ ഫാമിലിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിജർ ഫാമിലി എന്ന് വിളിക്കുന്നത്. ഇൻഡിജർ എന്ന് പറയുന്ന ഒരു പുതിയ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ആരുണ്ടാവും? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. കാരണം 0ൽ താഴെയുള്ള നമ്പേഴ്സ് ഉണ്ടാവും, 0യും ഉണ്ടാവും, 0ന്റെ മുകളിലുള്ള നമ്പേഴ്സ് ഉണ്ടാവും. കറക്റ്റ്. ഇവരെല്ലാരും കൂടി നമ്മൾ പറയുന്ന ഒരു ഫാമിലിയാണ് ഇൻഡിജർ ഫാമിലി. അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, 0യും ഉണ്ടാവും. ഓക്കെ, അതൊന്ന് പിക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് നാച്ചുറൽ നമ്പർ ഫാമിലിയാണ്. അതായത് 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന നമ്പേഴ്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിന് ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി 0 കൂടി നമ്മൾ ആ ഫാമിലിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പർ ഫാമിലി. കണ്ടോ? 0, 1, 2, 3, 4 എന്ന് പറയുമ്പോൾ ഹോൾ നമ്പർ ഫാമിലിയായി. പിന്നെ നമ്മളുടെ ആവശ്യം എന്താ? 0ൽ താഴെയുള്ള നമ്പേഴ്സ്, അതായത് നമ്മൾ ലിഫ്റ്റിൽ പോകുമ്പോൾ ബേസ്മെന്റിലേക്ക് പോകണം. അതേപോലെ ടെമ്പറേച്ചർ നെഗറ്റീവ് ആകുമ്പോൾ തിരിച്ചറിയണം. അതേപോലെ എബവ് സീ ലെവൽ, ബിലോ സീ ലെവൽ ഒക്കെ പോകും. അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം? നെഗറ്റീവ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഇൻഡിജർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി പറയാം. കൗണ്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ നമ്മൾ കൗണ്ടിങ് നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറയും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ അല്ലെ? കൗണ്ടിങ് നമ്മൾ തുടങ്ങുന്നത് 1ൽ 1, 2, 3, 4 ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനെ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ നമുക്കറിയാം അവിടെ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ 0 ഇല്ല. അപ്പൊ നമുക്ക് 0യും വേണം ഇല്ലേ? നമുക്ക് 0യും ആവശ്യമാണ്. അങ്ങനെ 0 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് പുതിയൊരു ഫാമിലി ആയിട്ട് മാറും. അവരെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പർ ഫാമിലി അല്ലെ? 0, 1, 2, 3 എന്ന് പറഞ്ഞ് പോകുന്നവരെയാണ് ഹോൾ നമ്പർ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ എന്താണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ, ലിഫ്റ്റിൽ പോകുമ്പോൾ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആവശ്യമുള്ള. അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം? 0ലും താഴെ നമ്പേഴ്സിന്റെ ആവശ്യം വരുന്നുണ്ട്. 0 വരെ ഹോൾ നമ്പർ ആണ്, 0ൽ താഴെ പോയാലോ? അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് 0 താഴെയുള്ള നമ്പർ, 0ന് മുകളിലുള്ള നമ്പർ, 0യും ഇവരെല്ലാം ഒരുമിച്ച് നമ്മൾ പറയുന്ന ഒരു ഫാമിലിയാണ് ഇൻഡിജർ ഫാമിലി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈസി അല്ലേ കൺസെപ്റ്റ്? ഓക്കെ, അപ്പോ ഇതാണ് അവിടുത്തെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മോളിൽ പോയി എന്ന് വിചാരിക്കാം. മോളിൽ കുറെ പാർക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ താഴത്ത് അല്ലെ? ബേസ്മെന്റ് 1, ബേസ്മെന്റ് 2 എന്നൊക്കെ പറഞ്ഞ കുറെ പാർക്കിംഗ് ഉണ്ടാവും. അപ്പം ബേസ്മെന്റ് 2 ആണെങ്കിൽ ബേസ്മെന്റ് 2, ബേസ്മെന്റ് 1, പിന്നെ 0, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെ പോകും അല്ലെ? അപ്പൊ നമ്മൾ 4th ഫ്ലോറിൽ നിൽക്കുക. അപ്പൊ നമ്മളോട് ഒരാൾ വന്നിട്ട് നിങ്ങൾ കാർ എവിടെയാ പാർക്ക് ചെയ്തത് വെച്ചാൽ നമ്മൾ പറയാം സെക്കൻഡ് ഫ്ലോറിലാണ്. അതിനർത്ഥം സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ കാർ പാർക്ക് ചെയ്തു എന്നാണോ? അല്ല, നമ്മൾ ഉദ്ദേശിച്ചത് എന്താ? ഏറ്റവും താഴെയുള്ള സെക്കൻഡ് ഫ്ലോർ ആണ്. അത് കേൾക്കുന്ന ആൾക്ക് എന്തായിക്കൊള്ളണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? -2ലാണ് എന്ന് പറയും അല്ലെ? -2ലാണ് എന്ന് പറയും. ഇതെന്താ? ഒരു ഇൻഡിജർ ആണ്. ഓക്കെ, അതൊരു ഇൻഡിജർ ആണ്. അപ്പൊ 0ലും താഴെയുള്ള നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പറാണ് ഇൻഡിജേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. വേറൊരു സിറ്റുവേഷൻ വരിക, നമ്മളിപ്പം എയ്റോപ്ലെയിനിൽ പറന്നുകൊണ്ടിരിക്കുക, മീൻസ് ആകാശത്തൂടെ നമ്മൾ പറന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പാരാഗ്ലൈഡിങ്, അങ്ങനെ നമ്മൾ സീ ലെവലിൽ മറ്റും മുകളിൽ ആകാശത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ട്രക്കിങ്ങിന് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് വിളിച്ചു. അപ്പൊ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഇനിയിപ്പോ എവിടെയാന്ന് ചോദിക്കുന്നത്, നമ്മളെന്താ പറയാ? ഞാൻ 2000 മീറ്റർ ഉയരെയാണ് അല്ലെ, 2000 മീറ്റർ മുകളിലാണ് എന്ന് പറയും അല്ലെ? ഇനി നിങ്ങൾ സബ്മറൈനിൽ കടലിന്റെ അടിയിലാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് പറയും? 2000 മീറ്റർ താഴെയാണ് എന്ന് പറയും. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്ലസും മൈനസും വെച്ച് പറഞ്ഞാൽ മതി. അതായത് റെഫറൻസ് നമ്മളെ ലാൻഡ് എന്ന് പറയുന്ന റെഫറൻസ് ആക്കി എടുക്കുക. ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ പ്ലസ്, മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ 500 മീറ്റർ മുകളിലാണ്, +500
500 മീറ്റർ താഴെ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തത് -500 എന്ന് എഴുതിയാൽ മതി. ആണല്ലോ, 500 മീറ്റർ താഴെ -500. അപ്പൊ നമുക്ക് കേൾക്കുന്നത് മനസ്സിലാവും ഭൂമിക്കടിയിലാണ്, ആശാൻ ഭൂമിക്കടിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അതേപോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സാധനത്തിന് ടെമ്പറേച്ചർ എന്താണ്, താഴെയാണ് അല്ലെ. -ഡിഗ്രിയിലാണ് പോകുന്നവര്, -ഡിഗ്രിയിൽ പോകും. അതൊക്കെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ മൈനസ് മെഷർമെന്റ് എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സിന്റെ യൂസസ് മനസ്സിലായല്ലോ. എന്തിനാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ്, എന്തിനാണ് ഈ ഇന്റിജർ ഫാമിലി എന്ന് ക്ലിയർ അല്ലേ. അപ്പൊ ഇവരെ പറ്റിയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സും റെഗുലർ ആയിട്ട് കാണാം. ഇനി കുറച്ച് സിറ്റുവേഷൻസ് കൂടി നമുക്ക് നോക്കാം. റെപ്രസെന്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് ഇന്റിജേഴ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് സൈൻ. സൈൻ ഇടാനാണ് നമ്മളിപ്പോ പറഞ്ഞു, എങ്ങനെയാണ് സൈൻ ഇടേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കാം. An aeroplane is flying at a height 2000 meter above the ground. ഗ്രൗണ്ടിന്റെ മുകളിലാണ്. അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് പോസിറ്റീവ് അല്ലെ. പോസിറ്റീവ് 2000 മീറ്റർ അല്ലെ. അബവ് സീ ലെവൽ നമ്മൾ പറഞ്ഞു. എബവ് സീ ലെവൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ഇടും. ബിലോ ആണെങ്കിലോ നെഗറ്റീവ് ഇടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സബ്മറൈൻ മൂവിംഗ് അറ്റ് എ ഡെപ്ത് 800 മീറ്റർ ബിലോ ദ സീ ലെവൽ. ബിലോ ദ സീ ലെവൽ ആണ് എന്ന് നമ്മൾ കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത്രയും സെന്റൻസസ് എഴുതണ്ട, പകരം -800 മീറ്റർ എന്ന് എഴുതിയാൽ മതി. കഴിഞ്ഞു. ഇത് കണ്ടാൽ തന്നെ അറിയാം ഓക്കെ അയാൾ ഭൂമിക്ക് അടിയിലായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി എ ഡെപ്പോസിറ്റ് ഓഫ് ₹200. ഇത് അടിപൊളിയാണ്. എ ഡെപ്പോസിറ്റ് ഓഫ് ₹200. നമ്മൾ ഭയങ്കര, നമുക്ക് പോക്കറ്റ് മണി കിട്ടി, നമ്മൾ ഹാപ്പി ആയിട്ട് ആ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദ്യം, നമ്മളുടെ സേവിങ്സ് കൂട്ടുകയാണ് അല്ലെ. സേവിങ്സ് കൂട്ടി കൊണ്ടുവരിക, അത് പ്ലസ് ആണ്, +200 ആണ് അല്ലെ. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ +200. ഇനി വിഡ്രോവൽ ഓഫ് ₹700. വിഡ്രോവൽ ഓക്കെ, നമ്മുടെ ബാങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു ക്രിക്കറ്റ് ബാറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് അടിപൊളി ഒരു എന്താ പറയാ നെക്ലേസ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് കണ്ടു, പെട്ടെന്ന് ഡ്രസ്സ് വാങ്ങണം. അപ്പൊ നമ്മൾ പൈസ കൊടുക്കണം അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, ആ ഷോപ്പിലെ ആളടുത്തേക്ക് നമ്മുടെ പൈസ പോവുക അല്ലെ, നഷ്ടപ്പെടുകയാണ് അല്ലെ, കുറഞ്ഞു വരും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു വരുവാണ്. അതിനർത്ഥം എന്താണ്, അത് -700 ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് സിറ്റുവേഷൻ നോക്കി പ്ലസ് ആണോ മൈനസ് ആണോ ഇടാന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Okay, so thank you students, thank you so much for your valuable time. Have a great day. Bye everyone.